അപ്പോൾ എന്തായാലും ഒരു കാര്യം, NDA 200 സീറ്റ് എന്ന് പറയുന്ന ഒരു സ്വപ്ന സംഖ്യയിലേക്ക്, ഒരു മാജിക് ഫിഗറിലേക്ക്, ഒരു സ്വപ്ന സമാന സംഖ്യയിലേക്ക് എത്തുന്നു. അത് നേരത്തെ പറഞ്ഞതുപോലെ എക്സിറ്റ് പോളുകളൊന്നും 200ലേക്കൊന്നും പോയിരുന്നില്ല. എല്ലാം ഒരു 170, ഒരു 180 ഒക്കെ പരമാവധി പറഞ്ഞതാണ്. അതൊക്കെ പിന്നിട്ട് ആകെ ഒന്നോ രണ്ടോ ചെറിയ ഏജൻസികൾ പറഞ്ഞ പോലെ 200 മുകളിലെ കാര്യങ്ങൾ പോകുന്നു. ശ്രീനാഥ്, എന്താണ് നമ്മൾ നേരത്തെ ചോദിച്ചത്? ഈ പട്നയിലെ ആഘോഷം അത് നടക്കുന്നുണ്ട്, ഒരു ഭാഗത്ത് നടക്കട്ടെ. BJPയും JDUവും ഒക്കെ LJPയും ഒക്കെ ആഘോഷിക്കും, അവരുടെ ആഘോഷം നടക്കട്ടെ. അവിടുത്തെ മറ്റു സാഹചര്യങ്ങൾ, സർക്കാർ രൂപീകരണ ചർച്ചകളിലേക്ക് കടന്നിട്ടുണ്ടോ? ഈ നേതാക്കളുടെ പ്രതികരണം എന്താണ്? തേജസ്വിയുടെ അവസ്ഥ എന്താണ്? തേജസ്വി ഇപ്പോഴും ഏതാണ്ട് 3800 വോട്ടിന് പിന്നിലാണ്. തേജസ്വി ഒരു തോൽവി മുന്നിൽ കാണുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. രാഘവപൂരിന്റെ ചരിത്രത്തിൽ RJDയുടെ ശക്തി കേന്ദ്രമാണെങ്കിൽ പോലും അവിടെ BJPക്ക് വലിയ വേരോട്ടമുള്ള ഒരു മേഖല തന്നെയാണ്. 2010 BJP അവിടെ വിജയിച്ചത് നമ്മൾ കണ്ടതാണ്. അത്തരമൊരു സാഹചര്യത്തിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി പോകുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. അതായത് തേജസ്വി പോലും രാഘവപൂരിൽ തോൽക്കുന്നെങ്കിൽ അതൊരു സമ്പൂർണ്ണ തരംഗം, സംസ്ഥാനത്താകെ വീശിയടിച്ച ഒരു സമ്പൂർണ്ണ തരംഗം തന്നെയാണ് അത്. അങ്ങനെയാണ് തേജസ്വി അടക്കമുള്ള മുകേഷ് സാഹ്നിയുടെ പാർട്ടി, നമുക്കറിയാം VIP ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനം ഈ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യത്തോടൊപ്പം നിൽക്കുന്ന പാർട്ടിയാണ് വികാസ്ശീൽ ഇൻസാൻ പാർട്ടി. അവർക്ക് ഒരൊറ്റ സീറ്റ് പോലും ഇതുവരെ ലീഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ഈ സഖ്യകക്ഷികൾ എല്ലാവരും പുറകോട്ട് പോകുമ്പോൾ അത് ആ ഒരു പ്രതിപക്ഷ സഖ്യം അപ്പാടെ തകർന്നടിഞ്ഞു പോയി എന്നത് സൂചിപ്പിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ സർക്കാർ രൂപീകരണ ചർച്ചയടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പോൾ കടക്കും. അവിടെയാണ് നിതീഷ് കുമാറിന് കിട്ടിയിരിക്കുന്ന ഒരു അഡ്വാൻറ്റേജ്, ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകിയ അഡ്വാൻറ്റേജ്. ഏതാണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിൻ്റെ ഏതാണ്ട് ഇരട്ടിയോളം സീറ്റുകൾ അധികമായി നിതീഷിന് കിട്ടാൻ പോകുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഒരു ലീഡ് നില പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. 2010, 15, 20 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ നിതീഷിന്റെ ഗ്രാഫ് യഥാർത്ഥത്തിൽ JDUവിന്റെ ഗ്രാഫ് താഴേക്കായിരുന്നു. നിയമസഭയിലുള്ള സീറ്റുകളുടെ എണ്ണം വളരെ താഴേക്ക് പോയി. പലപ്പോഴും ഈ മുന്നണികളെ വിലപേശി മുഖ്യമന്ത്രി സ്ഥാനം സംഘടിപ്പിക്കുന്നതല്ലാതെ അവരുടെ ഒരു പൊളിറ്റിക്കൽ ഗ്രാഫ്, അവരുടെ അടിത്തറ, അവരുടെ സീറ്റ് നിലയൊന്നും വർദ്ധിപ്പിക്കാൻ നിതീഷ് കുമാറിന് കഴിഞ്ഞിരുന്നില്ല. ആ നിതീഷ് കുമാറിന് കിട്ടിയ ഒരു ഗോൾഡൻ ചാൻസ് ആണ് ഇപ്പോഴത്തെ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം. അതുകൊണ്ട് BJPക്ക് മുന്നിൽ അങ്ങനെ പൂർണ്ണമായ അടിയറവ് പറഞ്ഞുള്ള ഒരു മന്ത്രിസഭ രൂപീകരണത്തിലേക്കൊന്നും നിതീഷ് കുമാറിന് ഇനി പോകേണ്ടി വരില്ല. മുഖ്യമന്ത്രി സ്ഥാനം മാത്രം നേടി മറ്റു പ്രധാനപ്പെട്ട വകുപ്പുകൾ, 2 ഉപമുഖ്യമന്ത്രി സ്ഥാനമൊക്കെ BJPക്ക് നൽകി അങ്ങനെ ഒതുങ്ങിക്കൂടാൻ നിതീഷ് കുമാർ ഒരുപക്ഷെ ഇനി തയ്യാറായിരിക്കില്ല. കാരണം നിതീഷിന് അത്രയധികം പിന്തുണ ഈ സംസ്ഥാനത്തുണ്ട് എന്ന കാര്യത്തിൽ BJPക്ക് കൃത്യമായ ഒരു ബോധമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമായതും സ്ത്രീകളുടെയും യുവാക്കളുടെയും ഒപ്പം തന്നെ EBC, ഈ എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്, അത് BJP ഇപ്പോഴല്ല, അത് BJP JDU 78 സീറ്റിലേക്ക് വരുമ്പോഴല്ല, അതിന് ഉന്നത തന്നെ മനസ്സിലാക്കി. ഞാൻ നേരത്തെ വിജയകുമാർ പറയായിരുന്നു എന്ന് പറഞ്ഞാൽ, ഈ അമിത്ഷാ ആദ്യം വരുമ്പോൾ ആര് മുഖ്യമന്ത്രിയാവും ചോദിക്കുമ്പോൾ അതൊക്കെ ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് ശേഷം തീരുമാനിക്കുമെന്ന് പറഞ്ഞ അമിത്ഷാ അതിന്റെ പ്രചാരണത്തിനൊടുവിൽ സുശാസൻ ബാബു മുദ്രാവാക്യം വിളി ഉയർന്നതിനൊടുവിൽ 10,000 രൂപ സ്ത്രീകൾക്ക് ഇട്ടുകൊടുത്തതിനൊടുവിൽ ഏറ്റവും അവസാനത്തെ പരിപാടിയിൽ മോദി സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഞാൻ നിതീഷ് കുമാർ സത്യപ്രതിജ്ഞയ്ക്ക് ഇനി വരും എന്നുള്ളതാണ്. അപ്പോൾ പ്രചരണത്തിൽ തന്നെ മനസ്സിലായിരുന്നു നിതീഷ് അവിടെ അശക്തനല്ല എന്ന കാര്യം. ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പോലും, വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോഴും അതിൽ പിന്നെയും ചില സംശയങ്ങൾ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ധർമ്മേന്ദ്ര പ്രധാൻ പിന്നീട് 2ാം ഘട്ട വോട്ടെടുപ്പിന്റെ തലേ ദിവസമാണ് അതിലൊരു സംശയം വേണ്ട, നിതീഷ് കുമാർ തന്നെയാണ് എന്നത് ഒന്നുകൂടി ഉറപ്പിച്ച് പറയുന്നത്. അതായത് 1ാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അതിൽ ഉണ്ടായിരുന്ന സംശയം കൂടി മാറി. പക്ഷേ ഇന്ന് രാവിലെ കുറച്ച് തമാശയായിരുന്നു യഥാർത്ഥത്തിൽ ഈ BJP ഓഫീസിൽ നമ്മൾ കണ്ടത്. ആദ്യം അവിടെ ദിലീപ് ജയ്സ്വാൾ ഉണ്ടായിരുന്നു, സംസ്ഥാന അധ്യക്ഷനുണ്ട്. അദ്ദേഹം ആദ്യത്തെ ഒരു ഘട്ടം എത്തിയപ്പോൾ BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നു, JDU പ്രതീക്ഷ പോലെ BJPയോടൊപ്പം വരില്ല, എന്നാൽ പോലും ഒരു മെച്ചപ്പെട്ട പ്രകടനം എന്നുള്ള നിലയ്ക്ക്, അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതുപോലെയുള്ള ഒരു നിലയിലേക്ക് പോകും എന്നതാണ് അവർ പ്രതീക്ഷിച്ചത്, തുടക്കത്തിൽ കണ്ടത്. അതുകൊണ്ടായിരിക്കും അദ്ദേഹം പോലും മുഖ്യമന്ത്രി നിതീഷ് കുമാർ തന്നെയാണ് നയിച്ചത് എന്ന് അദ്ദേഹം പറയുമ്പോഴും മുഖ്യമന്ത്രി ആര് എന്നത് അങ്ങനെ തന്നെ പറയാൻ അദ്ദേഹം മടിച്ചു. ആ കാര്യത്തിൽ ഞങ്ങൾ ആലോചിച്ച്, ഞങ്ങൾക്ക് അതിൻ്റെ ഒരു രീതി ഉണ്ടല്ലോ, അതിൽ ഞങ്ങൾ തീരുമാനിക്കുമെന്ന മട്ടിലൊക്കെ അദ്ദേഹം പറഞ്ഞു. പെട്ടെന്നാണ് സ്ഥിതി മാറി മറിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പ്രതികരണവും ആ തരത്തിൽ പെട്ടെന്നങ്ങ് മാറി. പിന്നീട് നമ്മൾ അടുത്തെത്തുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ പ്രതികരണം മാറി. 2 മണിവരെ കാത്തിരിക്കാം എന്ന രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ പ്രതികരണം മാറി. അതായത് പിന്നീട് JDU വളരെ ശക്തമായി ഒരു ഘട്ടത്തിൽ BJPയെ പോലും മറികടക്കുന്ന തരത്തിലേക്ക് മുന്നോട്ട് വന്നതോടെയാണ് BJP
BJPക്ക് സ്ഥിതി JDUവിന്റെ ഒരു ശക്തി യഥാർത്ഥത്തിൽ പൂർണ്ണ അർത്ഥത്തിൽ തന്നെ ബോധ്യപ്പെടുന്നത്. ഏതാണ്ട് ഈ ഒരു ഘട്ടത്തിൽ നിതീഷ് കുമാർ തന്നെയാകും ഈ ഒരു സഖ്യത്തിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുക എന്ന കാര്യത്തിൽ ഈ യാതൊരു സംശയവുമില്ല. നിതീഷിനെ വെറുപ്പിച്ച് നിതീഷിനെ പിണക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ BJPക്ക് എന്തായാലും കഴിയില്ല. കാരണം ദേശീയ തലത്തിൽ നിതീഷ് ഒപ്പം വേണ്ടത് അവർക്ക് അത്രമേൽ പ്രധാനമാണ്. സംസ്ഥാന തലത്തിൽ നിലവിൽ നിതീഷിന് ഇത്രയധികം സീറ്റുകൾ കിട്ടിയ നിലയ്ക്ക് നിതീഷിന്റെ വാക്കുകൾക്ക് പ്രാധാന്യമുണ്ടാവും. ഇനി ഇടവും വലവും ആളെ നിർത്തി നിതീഷിനെ കൊണ്ട് ഭരിപ്പിക്കാം എന്ന് BJPക്ക് കരുതാൻ കഴിയാത്ത വിധമുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഈ പല ഘടകങ്ങൾ നിതീഷിന് തുണച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് മഹിളകൾ. നമുക്കറിയാം ഈ ആഷ്മി പറഞ്ഞതുപോലെ 10,000 രൂപ അക്കൗണ്ടിലേക്ക് എത്തുന്നത്. അത് മറികടക്കാൻ വേണ്ടിയും തേജസ്വി 30,000 രൂപ പെട്ടെന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിക്കുന്ന ദിവസമാണ് 30,000 രൂപ അധികാരത്തിലെത്തിയാൽ ജനുവരി മാസം തന്നെ നൽകുമെന്നുള്ള പ്രഖ്യാപനമൊക്കെ നടത്തിയത്. പക്ഷേ അതൊന്നും ജനം ഏറ്റെടുത്തില്ല. നിതീഷ് നൽകിയ പണത്തിൽ അവർ തൃപ്തരായി. ഇനി കിട്ടുമെന്ന് പറയുന്ന വാഗ്ദാനത്തിനെ ആളുകൾ വിശ്വസിക്കാൻ നിന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതാണ്ട് 23% വരും യുവാക്കൾ, അതായത് 18നും 28നും വയസ്സുള്ള യുവാക്കൾ ഏതാണ്ട് 23% വരും. അവരും ഈ നിതീഷ് കുമാറിന് അനുകൂലമായി NDAക്ക് അനുകൂലമായി വോട്ട് ചെയ്തു എന്നതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ EBC, യുവാക്കൾ, മഹിളകൾ എന്നീ വിഭാഗങ്ങളാണ് യഥാർത്ഥത്തിൽ NDA വിജയത്തിൽ നിർണായകമായത് എന്ന് പറയേണ്ടി വരും. മുൻപൊക്കെ ഈ ലാലു പ്രസാദിന്റെയൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ സമുദായ സമവാക്യങ്ങളിൽ യഥാർത്ഥത്തിൽ MY എന്നതായിരുന്നു പറയും. മുസ്ലിം യാദവ ഫാക്ടറായിരുന്നു യഥാർത്ഥത്തിൽ അവരെ പല തെരഞ്ഞെടുപ്പുകളിലും വിജയിപ്പിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.